എല്ലാവർക്കും ഹയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം ഫുൾ ചിക്കൻ എങ്ങനെ ഗ്രിൽ ചെയ്തെടുക്കാം എന്ന് നോക്കാം. അതും ഓവൻ ഇല്ലാതെ വ്യത്യസ്തമായൊരു രീതിയിൽ. അതിലേക്ക് ആവശ്യമായത് 2 ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, കുറച്ച് മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, കുറച്ച് പുതിനയില, 14 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്. ഇവിടെ 2 ഫുൾ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചത്, പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ മന്തി മസാല. ഇവിടെ വീട്ടിലുണ്ടാക്കിയതാണ് ഈ മന്തി മസാല. ഒരു ദിവസം ഈ മന്തി മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം. സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങാനും കിട്ടും. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ വിനാഗിരി, ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, മല്ലിയില, പുതിനയില, 1.5 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യമുണ്ടെങ്കിൽ കൂട്ടാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി തിരുമ്മി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി തിരുമ്മി യോജിപ്പിച്ചാലേ ഇതിൻ്റെ ടേസ്റ്റ് ചിക്കനിൽ പിടിക്കുകയുള്ളൂ. ഇനി കഴുകി വൃത്തിയാക്കി എല്ലാ വശവും വരഞ്ഞ് ഫുൾ ചിക്കൻ എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല അതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ വരഞ്ഞ വിടവിലേക്കൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ്റെ ഉൾഭാഗത്തും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഫുൾ ചിക്കൻ ആയതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചാലേ ഉള്ളിലെ ഇറച്ചിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അടുത്ത ഫുൾ ചിക്കൻ എടുത്ത് ഇതേപോലെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ 2 ചിക്കനിലും മസാല നന്നായിട്ട് തേച്ചു. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ 3 മണിക്കൂർ വെക്കുക. എത്രത്തോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്തു. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഇനി ചൂടായ പാനിലേക്ക് ചിക്കൻ രണ്ടും വെക്കുക. പാത്രത്തിലുള്ള മസാല അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ചിക്കൻ രണ്ടും ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് മൂടി വയ്ക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ ആദ്യം വെക്കുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നു നോക്കുക. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി 15 മിനിറ്റ് ഫ്ലെയിം സിമ്മിലാക്കി മൂടി വയ്ക്കുക. 15 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് ചിക്കൻ രണ്ടും മറിച്ചിടുക. ഇതിൽ കാണുന്ന മസാലയും വെള്ളവും കോരി ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ടേസ്റ്റ് നന്നായിട്ട് കൂടും. മസാല കരിയാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലേവർ ആകെ മാറിപ്പോവും. കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം സിമ്മിലാക്കി വയ്ക്കുന്നത്.
15 മിനിറ്റ് വീണ്ടും മൂടി വയ്ക്കുക. പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് ചിക്കൻ മറിച്ചിടുക. വീണ്ടും ചിക്കൻ ഏകദേശം മുരിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇനി ഒരു 10 മിനിറ്റ് കൂടി മൂടി വയ്ക്കുക. ഇതേപോലെ മസാല ചിക്കൻ്റെ മുകളിലേക്ക് കോരി ഒഴിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക. റെഡിയായ ചിക്കൻ നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ പാൻ ചിക്കൻ റെഡിയായി. ഇത് കുബൂസിൻ്റെ കൂടെയോ മന്തിയുടെ കൂടെയോ കഴിച്ചാൽ അടിപൊളിയായിരിക്കും. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.